ഓക്കെ. ഹായ് ശ്രീജി, സുഖാണോ? സുഖം. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിലെല്ലാരും ഉണ്ട്. അച്ഛൻ, അമ്മ, അനിയത്തി, അച്ഛൻ, അച്ഛമ്മ. ഓക്കെ. സ്ഥലം എവിടെയാണ് ശ്രീജിയുടെ? മലപ്പുറം. മലപ്പുറമാണ് അല്ലെ? ഓക്കെ. ശ്രീജി അവോധയിൽ ഏത് കോഴ്സ് ആയിരുന്നു പഠിച്ചിരുന്നത്? HR, ഹ്യൂമൻ റിസോഴ്സ്. HR അല്ലെ? എങ്ങനെയായിരുന്നു അവോധയെ പറ്റി ആദ്യം അറിഞ്ഞിരുന്നത് ശ്രീജി? കോളേജിൽ വെബിനാറുമായി വന്നതായിരുന്നു, അങ്ങനെ പരിചയപ്പെട്ടെ. അങ്ങനെ പരിചയപ്പെട്ടാണല്ലേ? അപ്പൊ ഇതിന് മുന്നേക്കെ എന്തായിരുന്നു പഠിച്ചത്? BSc മാത്സ് ആയിരുന്നു. BSc മാത്സ് ആയിരുന്നു അല്ലെ? അപ്പൊ ഈ HR എന്നൊരു കോഴ്സ് എങ്ങനെ ഉണ്ടായിരുന്നു അവോധയിൽ പഠിച്ചപ്പോ? കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു ക്ലാസ്സുകളൊക്കെ. നല്ലതായിരുന്നു അല്ലെ? മനസ്സിലായിരുന്നു ക്ലാസ്സുകളൊക്കെ? മനസ്സിലായിരുന്നു. ഇപ്പൊ കറന്റ് എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇവിടെ മലപ്പുറത്തിന്റെ ക്യുസാരി എന്ന് പറയുന്ന ഒരു കമ്പനി. ഇന്റേൺഷിപ്പ് ആണോ അല്ല ഡയറക്റ്റ് ജോബ് ആണോ? ഇന്റേൺഷിപ്പ് ആണ്. ഇന്റേൺഷിപ്പ് ആണല്ലേ? എങ്ങനെ പോകുന്നു ഓഫീസ് ലൈഫ് ഒക്കെ എങ്ങനെ പോകുന്നു? നല്ലതാണ്. ഓഫീസ് നല്ലതാണല്ലേ? വർക്കും കാര്യങ്ങളൊക്കെ നന്നായി. ഓക്കെ. ഇപ്പൊ ഒരു ആസ് എ ഫ്രഷർ ആയിട്ടല്ലേ ശ്രീജി അവിടെ കയറിയത്? അപ്പൊ ആദ്യം കുറെ ഡിഫിക്കൽട്ടി ഒക്കെ അതെ, ഉണ്ടായിട്ടുണ്ടാവില്ലേ? അപ്പം കമ്പനിയുടെ ഭാഗത്ത് നിന്ന് സപ്പോർട്ടീവ് ആണോ? ഡിഫിക്കൽട്ട് അങ്ങനെ തോന്നില്ല, കമ്പനി ഭയങ്കര സപ്പോർട്ടീവ് ആണ്. സപ്പോർട്ടീവ് ആണല്ലേ? എങ്ങനെയുണ്ട് കൊളീഗ്സിന്റെ ഒക്കെ മറുപടിയും സംസാരങ്ങളൊക്കെ എങ്ങനെയുണ്ട് നിങ്ങളുടെ കൂടെ? അവരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആണ്. ഒരു ബോസ് എന്നുള്ള വൈബൊന്നും കിട്ടുന്നില്ല അവർക്ക്. Okay. നല്ല രീതിയാണല്ലേ? അപ്പൊ ഓൾറെഡി അപ്പോ അതെ, ശ്രീജി അതെ. കോഴ്സ് പഠിക്കുമ്പോ എന്തെങ്കിലും ഡൗട്ട്സുകളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? ഡൗട്ട്സ് അങ്ങനെ ലൈവ് ഉണ്ടായിരുന്നല്ലോ, അതിൽ കേറിയിട്ട് നമ്മൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ക്ലിയർ ചെയ്തായിരുന്നു അല്ലേ എല്ലാം? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ അവോധയുടെ ഭാഗത്ത് നിന്നുള്ള ഒരു കോർഡിനേഷനും കാര്യങ്ങളൊക്കെ? അല്ലെ ഡൗട്ട് ഒക്കെ പെട്ടെന്ന് ക്ലിയർ ചെയ്തെന്നോ അല്ലെ ഡിലേ ആയിരുന്നോ? ഇല്ല, ഡിലേ ഒന്നും അല്ല, എല്ലാതും നല്ലപോലെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ലപോലെ ചെയ്യുന്നു അല്ലേ? പിന്നെ ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നോ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ? ഓ, ഉണ്ട്. ഇടയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ. അതൊക്കെ ക്ലിയർ ചെയ്തായിരുന്നോ? ക്ലാസ് പിന്നീട് ക്ലിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ക്ലിയർ ചെയ്തായിരുന്നു അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു നമ്മുടെ ജാബ് സെക്ഷൻ? ചാപ്റ്റർ നല്ലതായിരുന്നു. മോക്ക് ഇന്റർവ്യൂ ഒക്കെ? നന്നായിരുന്നു, മാം എല്ലാം നല്ലപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. മോക്ക് ഇന്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? മോക്ക് ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്തിട്ടില്ല. അറ്റൻഡ് ചെയ്തിട്ടില്ല അല്ലെ? ഡയറക്റ്റ് ജാപ്പ് കഴിഞ്ഞപ്പോ ജോബ് പ്ലേസിലേക്ക് പ്ലേസ്ഡ് ആയല്ലേ? അതെ. ഓക്കെ. ശ്രീജി ഏത് കോഴ്സ് ആയിരുന്നു എടുത്തിരുന്നത്? HR സ്പെഷ്യലിസ്റ്റ് അല്ലേ? ഇപ്പൊ ശ്രീജിയോട് ഒരാൾ ചോദിക്കുന്നു, എനിക്ക് HR സ്പെഷ്യലിസ്റ്റ് പറഞ്ഞ ഒരു കോഴ്സ് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ശ്രീജി അവരോട് എന്താണ് പറയാ? അവരോട് എന്താണ് റെക്കമെൻഡ് ചെയ്യാ ശ്രീജി? അവോധയിൽ ചേരാൻ ഞാൻ പറയും. കാരണം വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ, ഫീയും നമുക്ക് അധികം വരുന്നില്ല. ഓക്കെ. അപ്പൊ ആദ്യം ഈ ഒരു 2800 എന്ന് കേട്ടപ്പോ ശ്രീജി എന്താണ് വിചാരിച്ചത് മനസ്സിൽ? എന്തായാലും വിചാരിക്കും പറ്റിക്കലാവോന്ന് വിചാരിക്കുമല്ലോ, ഇങ്ങനെ മാത്രം കേൾക്കുമ്പോ. പിന്നെ ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. പഠിച്ചു കഴിഞ്ഞപ്പോ എന്താ തോന്നിയത് പിന്നെ? അങ്ങനെയല്ലാന്ന് മനസ്സിലായി. അങ്ങനെയല്ലാന്ന് മനസ്സിലായി അല്ലെ? ഇതിനു മുന്നേ അപ്പൊ വേറെ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു? ഇല്ല. ഇല്ല അല്ലെ? ഡയറക്റ്റ് അവോധയിൽ തന്നെ ആയിരുന്നു അല്ലെ? അതെ. എങ്ങനെ ഉണ്ടായിരുന്നു അവോധയുടെ കൂടെയുള്ള ആ ഒരു ജേർണി? നല്ലത് തന്നെയായിരുന്നു. നമുക്ക് ക്ലാസ് ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കണ്ടിട്ടുണ്ടായിരുന്നത്, അപ്പൊ നമ്മുടെ സമയം പോലെ അറ്റൻഡ് ചെയ്തു. അപ്പൊ ഇനി ശ്രീജിയോട് അവസാനമായിട്ട് ഒരു കാര്യം കൂടിയാണ് പറയാനുള്ളത്. ഇപ്പൊ ഓൾറെഡി നമ്മുടെ അവോധയിൽ നിറയെ സ്റ്റുഡൻസ് പഠിക്കുന്നുണ്ട്. ഇനി പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ കുറെ പേരുണ്ട്. അപ്പൊ അവരോട് ശ്രീജിക്ക് എന്താണ് മൊത്തത്തിലായിട്ടൊന്ന് പറയാനുള്ളത്? അവോധയിലെ കോഴ്സുകളും കാര്യങ്ങളൊക്കെ നല്ലതാണ്, ക്ലാസ്സും നല്ലതാണ്, പിന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസും ഉണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു ശ്രീജി. ഇത്രയും നേരം ഈ ഒരു വർക്കിന്റെ ഇടയിൽ നമ്മുടെ കൂടെ സംസാരിച്ച് നമ്മൾ ഇത്രയും സമയം തന്നതിൽ താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ.